കുറച്ചു കഴിഞ്ഞതും മനുവും ജോയും അവളുടെ അപ്പച്ചനും പപ്പയും കൂടി കയറി വന്നു. മനുചേട്ടാ, ആമിയെ ഞാൻ കൊണ്ടുപോകുവാട്ടോ ജോച്ചായൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ നിൽക്കാൻ. അനു മനുവിനെ നോക്കി പറഞ്ഞതും മനു സംശയത്തോടെ ആമിയെ നോക്കി. ജോയും അത് കേട്ട് സന്തോഷത്തോടെ ആമിയുടെ മുഖത്തേക്ക് നോക്കി. ആണോ ആമി? മനു സംശയത്തോടെ ചോദിച്ചു. അത് അനു നിർബന്ധിച്ചപ്പോൾ ചാച്ചൻ സമ്മതിച്ചാൽ മാത്രം. സാരമില്ല, പോയിട്ട് വാ, അവൻ അവളെ നോക്കി പറഞ്ഞു. മനുവേട്ടനും വാ, നമുക്ക് ഒരാഴ്ച അടിച്ചു പൊളിക്കാം, അനു അവനെ നോക്കി പറഞ്ഞു. ഓ വേണ്ട മോളെ, നിങ്ങൾ പോയിട്ട് വാ, മനു പറഞ്ഞതും ആമി എഴുന്നേറ്റ് മനുവിൻ്റെ അടുത്തേക്ക് നടന്നു. ചാച്ചാ, അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു. എന്താ മോളെ? ചാച്ചനും കൂടി വാ പ്ലീസ്, അവൾ കെഞ്ചിക്കൊണ്ട് പറഞ്ഞു. ശരി വരാം, അവൻ പറഞ്ഞതും അവളുടെ കണ്ണുകൾ വിടർന്നു. ഞങ്ങൾ വൈകിട്ട് വന്നോളാം, മനു അനുവിനെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി. ആമി ജോയുടെ മുഖത്തേക്ക് നോക്കി. അവൻ കൈകൾ മാറിൽ കെട്ടിക്കൊണ്ട് അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവൻ നോക്കുന്നത് കണ്ടതും അവൾ തലകുനിച്ചു. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് അവളുടെ പപ്പയും അപ്പച്ചനും മടങ്ങിയിരുന്നു. അവൾ ജോയുടെ വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കണമെന്ന് തീരുമാനിച്ചു തന്നെയായിരുന്നു വന്നിരുന്നത്. വൈകിട്ട് മനുവിൻ്റെ കൂടെ ജോയുടെ വീട്ടിൽ പോകാൻ റെഡിയായി ഇറങ്ങിയതാണ് മനുവും ആമിയും. ചാച്ചാ, എന്താ മോളെ, ചാച്ചന് ദേഷ്യമുണ്ടോ അവിടേക്ക് പോകുന്നതിൽ? എന്തിന്? അനു ഒരുപാട് നിർബന്ധിച്ചത് കൊണ്ടാ. ഒരാഴ്ചയല്ലേ ഉള്ളൂ ചാച്ചാ. അതൊന്നും സാരമില്ല മോളെ, അവൾക്ക് അമ്മയില്ല. അവളുടെ അമ്മ അവളുടെ ജനനത്തോടെ മരിച്ചുപോയി. പിന്നെ അവളെ വളർത്തിയതൊക്കെ ആ സാറാണ്. അവൾക്ക് ജോയോട് പ്രത്യേക ഒരു സ്നേഹമുണ്ട്. അവൾ പെട്ടെന്ന് എല്ലാവരോടും അടുക്കുന്നൊരു ടൈപ്പാണ്. അവൾ ഒരുപാട് ആഗ്രഹിച്ചു വന്നതാ അവിടെ നിൽക്കാൻ. അപ്പോൾ നമ്മളായിട്ട് അത് വേണ്ടെന്ന് വെക്കണ്ട, അവൻ അവളുടെ കവളിൽ തലോടിക്കൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചു. എന്നാലും അനുവിന് അമ്മയില്ലെന്നറിഞ്ഞപ്പോൾ അവൾക്ക് വിഷമം തോന്നി. കുറച്ച് നിമിഷങ്ങൾക്കകം അവർ ജോയുടെ വീട്ടിലെത്തിയിരുന്നു. ആമിക്കുട്ടി, അവളെ കണ്ടതും അനു ഓടി വന്നവളെ കെട്ടിപ്പിടിച്ചു. ചിന്നുവും ജെനിയും അവളോടൊപ്പം ഇറങ്ങി വന്നിരുന്നു. വാ ആമി, ജെനിയും അവളെ വീട്ടിലേക്ക് വിളിച്ചു. ചിന്നു മനുവിനെ കണ്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയായിരുന്നു. അവൾ അകത്തേക്ക് കയറിയതും ലിസ വന്ന് അവളുടെ നെറുകയിൽ തലോടി. മമ്മി, ആമി വിളിച്ചതും ലിസ അവളെ ചേർത്ത് നിർത്തി നെറ്റിയിൽ ചുംബിച്ചു. ജോയ് ഇല്ലേടി? മനു ജെനിയോട് ചോദിച്ചു. ചാച്ചൻ പുറത്തുപോയി മനുവേട്ടാ, ഇവൾക്ക് അലുവ കഴിക്കാൻ കൊതിയാകുന്നെന്ന് പറഞ്ഞു, അപ്പോൾ വാങ്ങാൻ പോയതാ. ജെനി ചിന്നുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞതും ചിന്നു ദയനീയമായി ജെനിയെ നോക്കി. ജെനി പറയുന്നത് കേട്ട് മനു ചിരിച്ചു. ചിന്നു ചമ്മിയതുപോലെയായി. ലിസ എല്ലാവർക്കും ചായയും പലഹാരവും കൊടുത്തു. ജോച്ചായം വരുമ്പോൾ അങ്കിള് കയറ്റുമോ ആൻറ്റി? അനു ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ആമിമോള് വന്നതുകൊണ്ട് ചിലപ്പോൾ കയറ്റുമായിരിക്കും. അതിന് ഇവൾ ഒരാഴ്ചത്തേക്കല്ലേ വന്നത്, അത് കഴിഞ്ഞ് ഇവൾ മനുവേട്ടൻ്റെ കൂടെ പോയില്ലേ? ജെനി സംശയത്തോടെ ചോദിച്ചു. അതൊന്നും പറയാൻ പറ്റൂല ജെനി, ചിലപ്പോൾ അതിനു മുൻപ് ഇവൾ ജോച്ചായൻ്റെ വലയിൽ വീണാലോ? അനു ചിരിച്ചുകൊണ്ട് പറഞ്ഞതും എല്ലാവരും ചിരിച്ചു. ആമി കുറുമ്പോടെ എല്ലാവരെയും നോക്കി. ഹോ എൻ്റെ ആമിക്കുട്ടി, ഇങ്ങനെ മുഖം വീർപ്പിക്കാതെ, തക്കാളിപ്പഴം പോലെയുണ്ട് ഈ ആമിക്കുട്ടി. എങ്ങനെ ഇരുന്നാലും ക്യൂട്ട്നെസ് ഒഴുകുവാണല്ലോ, അനു അവളുടെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. ഇപ്പോഴാ ഒരു കാര്യം ഓർത്തത്, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ് തരട്ടെ, അനു പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു. എന്താ അനു? ചിന്നു സംശയത്തോട് ചോദിച്ചു. അതൊക്കെയുണ്ട്, വാ ആമിക്കുട്ടി, അവൾ ആമിയുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞതും ആമിയും അവളെ സംശയത്തോടെ നോക്കി. ഒരു അരമണിക്കൂർ, ഞങ്ങൾ ഇപ്പോൾ വരാവേ, അനു അവളെ കൊണ്ട് സ്റ്റെപ്പ് കയറിക്കൊണ്ട് പറഞ്ഞു. എല്ലാവരും എന്താണെന്നറിയാതെ പരസ്പരം നോക്കി കൈ കാണിച്ചു. ആർക്കും ഒന്നും മനസ്സിലായില്ല. അരമണിക്കൂർ കഴിഞ്ഞതും അനു ആദ്യം ചിരിച്ചുകൊണ്ട് ഇറങ്ങി വന്നു. ആമി എവിടെ? മനു ആവലാതിയോടെ അവളോട് ചോദിച്ചു. ആമിക്കുട്ടി, ഇറങ്ങി വാ, അനു വിളിച്ചതും ആമി സ്റ്റെപ്പ് ഇറങ്ങി വന്നു. ആമിയെ കണ്ടതും എല്ലാവരും ഇരുന്നയിടത്തു നിന്നും എഴുന്നേറ്റു. ഒരു ആംഗിൾ ലെങ്ത് ജീൻസും അരയോളം ഇറക്കമുള്ള ഒരു ടോപ്പും ഇട്ട് ഇറങ്ങി വരുന്ന അവളെ എല്ലാവരും വായും തുറന്നു നോക്കി. മുടി കുറച്ച് പഫ് എടുത്തിട്ട് ബാക്കി ഷാമ്പു ചെയ്ത് പറത്തിയിട്ടിരിക്കുകയാണ്. അത് അവളുടെ അരയ്ക്കൊപ്പം വിടർന്നു കിടപ്പുണ്ട്. കാതിലൊരു സ്റ്റഡ് കമ്മലും കയ്യിലൊരു ചെയിനും കിടപ്പുണ്ട്. മിന്നുമാല ടോപ്പിന് വെളിയിൽ മാറോട് ചേർന്ന് കിടക്കുകയാണ്. മുഖത്തൊരു കല്ലിൻ്റെ പൊട്ടിട്ടിട്ടുണ്ട്. കണ്ണുകൾ നീട്ടി എഴുതിയിട്ടുണ്ട്. ഓൾറെഡി റോസ് കളർ ചുണ്ടുകളായതുകൊണ്ട് തന്നെ ലിപ്സ്റ്റിക് ഇടാതെ ലിപ് ബാം മാത്രമാണ് ഇട്ടിരിക്കുന്നത്. എല്ലാവരും അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. എന്നാൽ ആമിയുടെ കണ്ണുകൾ വാതിൽക്കൽ നിൽക്കുന്ന ആളിനെ നോക്കി നിൽക്കുമായിരുന്നു. നിറഞ്ഞ ചിരിയോടെ വാതിൽക്കൽ കൈകൾ കെട്ടി നിൽക്കുന്ന ജോയെ അവൾ നോക്കി. അവൻ്റെ നോട്ടം താങ്ങാനാകാതെ അവൾ തലകുനിച്ചു. ഇറങ്ങി വാ ആമിക്കുട്ടി, അനു ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ താഴേക്ക് ഇറങ്ങി വന്നു. സുന്ദരി കുട്ടിയായിട്ടുണ്ട്, ലിസ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു.
സൂപ്പർ ആമി, നല്ലതുപോലെ നിനക്ക് ചേരുന്നുണ്ട് ഇതുപോലത്തെ ഡ്രസ്സ്. ചിന്നുവും അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെ ആമി, സാധാ ഡ്രസ്സിനേക്കാൾ ഇതാ നിനക്ക് ചേർച്ച. ചാച്ച, അവൾ മനുവിൻ്റെ അടുത്തേക്ക് നടന്നു. ക്യൂട്ടായിട്ടുണ്ടടി, പഴയ ആമയാണെന്ന് ഇപ്പം പറയേയില്ല. മനു അവളുടെ കവളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. ഇപ്പോൾ ആമിക്കുട്ടിയെ കാണാൻ ബേബി ഡോള് പോലെയില്ലേ? അനു പുരികം പൊക്കി എല്ലാവരോടുമായിട്ട് ചോദിച്ചു. ഡോള് ഫ്രോക്കല്ലേ ഇടുക? ചിന്നു സംശയത്തോട് ചോദിച്ചു. അത് വേറെ ഡോള്, ഇത് മോഡേൺ ഡോള് അല്ലേ ആമിക്കുട്ടി? അനു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആമി അവൾ പറയുന്നത് കേട്ട് ചിരിച്ചു. പറ ആമിക്കുട്ടി, നിനക്കിഷ്ടമായോ? അവൾ ചിരിച്ചുകൊണ്ട് മൂളി. ഓയ് മിസ്റ്റർ ജോ, എങ്ങനെയുണ്ട് യുവർ വൈഫ്? അവൾ ജോയോട് ഇളിയിൽ കൈകുത്തി പുരികം പൊക്കിക്കൊണ്ട് ചോദിച്ചു. വലിയ കുഴപ്പമില്ല, അവൻ ഇഷ്ടപ്പെടാത്ത പോലെ പറഞ്ഞതും ആമിയുടെ മുഖം വാടി. അല്ലെങ്കിലും ജോച്ചായന് സെലക്ഷൻ ഒട്ടുമില്ല. ആമിയുടെ കാര്യത്തിൽ മാത്രമേ നിങ്ങൾ സെലക്ഷൻ കറക്റ്റായിട്ടുള്ളൂ, ബാക്കിയൊക്കെ കണക്കാ. നല്ലതൊന്നും നിങ്ങൾക്ക് പിടിക്കില്ല. അനു പറഞ്ഞുകൊണ്ട് മുഖം വീർപ്പിച്ചു. ജോ അവൾ പറയുന്നത് കേട്ട് ചിരിച്ചു. കൊച്ചിന് ഇനി ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ വാങ്ങിച്ചാൽ മതി, ലിസ പറഞ്ഞു. ലിസ ആൻറ്റി ഭയങ്കര ഡെവലപ്ഡ് ആണല്ലോ. സാധാരണ അമ്മായിമ്മമാർ പറയും ഇങ്ങനെയുള്ള ഡ്രസ്സൊന്നും ഇടരുതെന്ന്. ആൻറ്റി ഓപ്പോസിറ്റ് ആണല്ലോ, അനു ചിരിയോടെ പറഞ്ഞു. അവൾ കൊച്ചല്ലേ, ഇപ്പോഴല്ലേ ഇങ്ങനെയൊക്കെയുള്ള ഡ്രസ്സ് ഇടാൻ പറ്റുള്ളൂ. ജോ, മോൾക്ക് കുറച്ച് മോഡേൺ ഡ്രസ്സൊക്കെ എടുത്തു കൊടുക്ക്, അവർ ജോയെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൻ തലയാട്ടി. ഞാൻ ഈ ഡ്രസ്സ് മാറിയിട്ട് വരാം, ആമി അവരെ നോക്കി പറഞ്ഞു. മോള് പോയി ഡ്രസ്സ് മാറിയിട്ട് വാ, ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ, ലിസ പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. ആമി ഡ്രസ്സ് മാറിയിട്ട് ജെനിയുടെ മുറിയിലേക്ക് വാ, അനു അവളെ നോക്കി പറഞ്ഞതും അവളും ചിരിച്ചുകൊണ്ട് തലയാട്ടി. മനു ചിന്നുവിനെ നോക്കി, എന്നാൽ ചിന്നു അവനെ നോക്കാൻ പോയതേയില്ല. അവൾ ജെനിയോടൊപ്പം ജെനിയുടെ മുറിയിലേക്ക് കയറാൻ തുടങ്ങി. അത് മനുവിന് കുറച്ച് വിഷമമായി. മനുചേട്ടാ, നിക്കുചേട്ടനോട് കൂടെ ഇങ്ങോട്ടേക്ക് വരാൻ പറയോ? ജെനി മുറിയിലേക്ക് കയറുന്നതിന് മുൻപ് മനുവിനെ നോക്കി ചോദിച്ചു. അത് അവൻ വരുമോയെന്നറിയില്ല മോളെ, അവൾ മൂളി. അത് കേട്ടതും അവൾക്ക് വിഷമമായെന്ന് എല്ലാവർക്കും മനസ്സിലായി. മോൾ വിഷമിക്കണ്ട, അവനെ ഞങ്ങൾ വിളിച്ചുകൊണ്ട് വരാം, അവളുടെ മുഖം മാറിയതും ജോ പറഞ്ഞു. അത് കേട്ട് അവൾ പുഞ്ചിരിച്ചു. ആമി മുറിയിലേക്ക് പോയതും ഡ്രസ്സ് മാറി വരാമെന്ന് പറഞ്ഞ് ജോയും മുകളിലോട്ട് പോയി. അത് ആമിയെ കാണാനുള്ള പോക്കാണെന്ന് മനുവിന് മനസ്സിലായി. അവൻ ചിരിച്ചുകൊണ്ട് സെറ്റിയിലേക്കിരുന്നു. ആമി മുറിയിലേക്ക് കയറിയതും ജോ കൂടെ കയറിക്കൊണ്ട് വാതിലടച്ച് കുറ്റിയിട്ടു. എന്താ? എന്ത്? അവൻ പുരികം പൊക്കി ചോദിച്ചു. പുറത്തു പോ, എനിക്ക് ഡ്രസ്സ് മാറണം. പിന്നെ ഞാൻ കാണാത്തതല്ലേ, അവൻ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ തല താഴ്ത്തി. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു. അവൻ വരുന്നതനുസരിച്ച് അവളും പുറകോട്ട് മാറിക്കൊണ്ടിരുന്നു. അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു. പെട്ടെന്നുള്ളതായതുകൊണ്ട് അവൻ്റെ ഷർട്ടിൽ അമർത്തി പിടിച്ചുകൊണ്ട് കണ്ണുകളെ ഇറുക്കിയടച്ചു. അവൻ അവളുടെ നഗ്നമായ ഇടുപ്പിൽ അമർത്തിയതും അവൾ ഇറുക്കിയടച്ചിരുന്ന കണ്ണുകൾ വലിച്ചു തുറന്നു. ഞാൻ പറഞ്ഞതല്ലേ ആമി, നീ ഒരാഴ്ചയ്ക്കകം എൻ്റെ വീട്ടിൽ വരുമെന്ന്. അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി. എന്തേ? അവൾ നോക്കുന്നത് കണ്ട് അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ നിൽക്കാൻ വന്നതല്ല, അനു പോകുമ്പോൾ ഞാൻ തിരികെ പോകും, അവൾ വാശിയോടെ പറഞ്ഞു. അവളുടെ സംസാരം കേട്ട് അവൻ ചിരിച്ചു. അവൾ സംശയത്തോടെ അവനെ നോക്കി. ഇങ്ങനെ വാശി പിടിക്കല്ലേടി, ഒരിക്കലും വരില്ലെന്ന് പറഞ്ഞ നീ ഇപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ലൈഫ് ലോങ് ആക്കി മാറ്റാനും എനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ കൊച്ച് അധികം വാശി പിടിക്കാൻ നിൽക്കണ്ട കേട്ടോ. അവൻ മുൻപിലേക്ക് കിടക്കുന്ന അവളുടെ മുടി ഒരു കൈകൊണ്ട് മാടി ഒതുക്കി പറഞ്ഞു. ഞാൻ ഒരിക്കലും ഇവിടെ നിൽക്കില്ല, എനിക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമല്ല. അവൻ പറയുന്നത് കേട്ടപ്പോൾ അവൾക്ക് ദേഷ്യം വന്നിരുന്നു. അതെന്താ ഇഷ്ടമല്ലാത്തത്? ഞാൻ ഉള്ളത് കൊണ്ടാണോ? അവൻ ചോദിച്ചതും അവൾ ഉത്തരവൊന്നും പറയാതെ മുഖം കുനിച്ചു വെച്ചേക്കുമായിരുന്നു. പറയടി, ഞാൻ ഉള്ളത് കൊണ്ടാണോ നിനക്കിവിടെ നിൽക്കാൻ താല്പര്യമില്ലാത്തത്? അവൻ ചോദിച്ചതും അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനെ നോക്കി. എന്തു പറഞ്ഞാലും നിന്ന് മോങ്ങിക്കോണം, അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. വിട്, എനിക്ക് പോണം, അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് കുതറിക്കൊണ്ട് പറഞ്ഞു. സൗകര്യമില്ല, അവൻ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. വിട്, ഇല്ലെങ്കിൽ ഞാൻ ബഹളം വെക്കും, അവൾ വാശിയോടെ പറഞ്ഞു. നീ ബഹളം വെക്കുവോ? അവൻ അവളുടെ ഇടുപ്പിൽ അമർത്തിക്കൊണ്ട് ചോദിച്ചു. വെക്കും, വിട്, അവൾ കുതറിക്കൊണ്ട് പറഞ്ഞതും അവൻ അവളെ എടുത്ത് സ്റ്റഡി ടേബിളിന് പുറത്തേക്ക് ഇരുത്തിക്കൊണ്ട് രണ്ട് സൈഡും കൈ ഊന്നി നിന്നുകൊണ്ട് അവളെ നോക്കി. എങ്കിൽ നീ ബഹളം വെക്ക്, ഞാനൊന്ന് നോക്കട്ടെ നിനക്ക് എത്രയും സൗണ്ട് ഉണ്ടെന്ന്. അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ ഒന്നും മിണ്ടാതെ അവനെ നോക്കി. എന്താ, എൻ്റെ പെണ്ണിന് ബഹളം വെക്കണ്ടേ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ അവനെ നോക്കാതെ മുഖം താഴ്ത്തി. അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി. മറുകൈ കൊണ്ട് അവളുടെ ഇടുപ്പിൽ കൂടി കൈയിട്ടുകൊണ്ട് അവൻ അവളെ അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു. അവൾ അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു. എന്ത് രസമാണെന്നറിയോ ഈ ഡ്രസ്സിൽ നിന്നെ കാണാൻ? ക്യൂട്ട്നെസ് ഓവർലോഡ് എന്നൊക്കെ പറയല്ലേ, അതുപോലെയുണ്ട്.
മോഡേൺ ഡ്രസ്സൊക്കെ ഓക്കെയാണ്, ബട്ട് ഈ വയറും കാണിച്ചുകൊണ്ടുള്ള ഇതുപോലത്തെ ടോപ്പില്ലേ, അതെനിക്കിഷ്ടമല്ല. നിനക്കിഷ്ടമാണെങ്കിൽ ഇടാം, ബട്ട് പേഴ്സണലി എനിക്ക് താല്പര്യമില്ല. അവൻ അവളുടെ നാഭിച്ചുഴിയിൽ തള്ളവിരൽ കൊണ്ട് തലോടി പറഞ്ഞു. അവൾ കണ്ണുകളെ ഇറുക്കിയടച്ചു. അവളുടെ മുഖത്തും കഴുത്തിലുമൊക്കെ വിയർപ്പ് കണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. പറഞ്ഞത് മനസ്സിലായോ? അവൻ അവളുടെ ചുണ്ടിന് മുകളിൽ ഉണ്ടായിരുന്ന വിയർപ്പ് തുള്ളികളെ തുടച്ചുകൊണ്ട് ചോദിച്ചു. അവൾ കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ മൂളി. ആമി. അവൻ അവളുടെ ചെവിയിൽ പതിയെ വിളിച്ചു. ഐ നീഡ് എ ഡീപ് കിസ്. അവൻ അവളുടെ ചെവിയിൽ പറഞ്ഞതും അവൾ കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. എന്തിനാ ഇങ്ങനെ എന്നെ തള്ളി ഉള്ള എനർജി വേസ്റ്റാക്കി കളയുന്നേ? നീ തള്ളിയാൽ ഞാനിവിടെ നനങ്ങത്തത് പോലുമില്ല. വെറുതെ ശ്രമിക്കാവുന്നതേ ഉള്ളൂ. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ ദയനീയമായി അവനെ നോക്കി. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് മുഖമടുപ്പിച്ചു. രക്ഷപ്പെടാൻ വേറെ മാർഗമൊന്നുമില്ലെന്ന് മനസ്സിലായ അവൾ കണ്ണുകളെ ഇറുക്കി അടച്ചു പിടിച്ചു. ആമി, കണ്ണു തുറക്ക്. അവൻ അവളുടെ മുഖത്തേക്ക് മുഖമടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ അവൾ കണ്ണുകളെ മുറുക്കി അടച്ചു പിടിച്ചിരിക്കുകയായിരുന്നു. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തു. അവൾ അവൻ്റെ തലമുടിയിൽ പിടിച്ചുകൊണ്ട് ഉയർന്നു പൊങ്ങി. അവൻ അവളുടെ കഴുത്തിൽ ചുംബിച്ചു. പിന്നെ അവിടെ അമർത്തിക്കടിച്ചു. അവൾ കണ്ണുകളെ വലിച്ചു തുറന്നു. ഞാനതിനൊന്നും ചെയ്തില്ലല്ലോ, നീ ഇങ്ങനെ വെപ്രാളം പിടിക്കാൻ. ഈ നെഞ്ചിലെ ഇടുപ്പ് വരെ എനിക്കിപ്പോൾ കേൾക്കാം. ഇക്കണക്കിന് കുറച്ച് കഴിയുമ്പോൾ നീ ഒരു പരുവാകുമല്ലോ പെണ്ണെ. അവൻ അവളുടെ ചെന്നിയിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന വിയർപ്പ് ചൂണ്ടുവിരൽ കൊണ്ട് തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. അവൻ പറയുന്നത് കേട്ട് അവൾ തലകുനിച്ചു. അവൻ്റെ ശ്രദ്ധ എവിടേക്കോ മാറിയതും അവൾ അവനെ തള്ളി മാറ്റി അവിടെ നിന്നും ഇറങ്ങി ഓടി. അവൻ കൈ കുടഞ്ഞുകൊണ്ട് അവൾ ഓടുന്നതും നോക്കി നിന്നു. ജോയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ആമി എങ്ങോട്ട് പോകണമെന്നറിയാതെ നിന്നു. ഡ്രസ്സൊക്കെ ചിന്നുവിൻ്റെ മുറിയിലാണ്. അവിടെയാണെങ്കിൽ ജോയുമുണ്ട്. ഡ്രസ്സ് മാറാനും പറ്റിയില്ല. അവൾ എങ്ങോട്ട് പോകണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു. എന്താടി, ഓടുന്നില്ലേ? അവൻ മുറിയുടെ വാതിലിൽ കൈകെട്ടി നിന്നുകൊണ്ട് ചോദിച്ചു. അവൾ ഒന്നും പറയാതെ തല താഴ്ത്തി. ഇവിടെ ഇനിയിപ്പോൾ ഒരു മുറിയേ ഉള്ളൂ, നമ്മുടെ മുറി. ദേ അങ്ങോട്ട് നോക്കിക്കേ, അതാണ് മുറി. നിനക്ക് വേണമെങ്കിൽ അവിടെ പോയി ഡ്രസ്സ് മാറാം. നിനക്ക് വേണ്ടുന്ന ഡ്രസ്സ് അവിടെയുണ്ട്. അതല്ലെങ്കിൽ താഴെ ജെനിയുടെ മുറിയിലേക്ക് പോയിക്കോ. അവിടെ ചെന്നാൽ ഇവിടെ നടന്നത് കൂട്ടുകാരികളോട് പറയേണ്ടി വരും. പിന്നെയുള്ളത് പപ്പയുടെയും മമ്മിയുടെയും മുറിയാണ്. അവിടെ ചെന്നാൽ മമ്മിയുടെ സാരി കുറേ കാണാം. ഉടുക്കാനറിയാമെങ്കിൽ പോയി ഉടുത്തോ. അവൻ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ആമി ആകെ ചമ്മി വിളറി വെളുത്തു. എന്ത് വേണം? അവൻ പുരികം പൊക്കി ചോദിച്ചു. എനിക്ക് ഡ്രസ്സ് മാറണം. അവൾ തല കുനിച്ചു വെച്ചുകൊണ്ട് പതിയെ പറഞ്ഞു. ഓക്കെ, ഡ്രസ്സ് മാറിയാൽ പോരെ, വാ. അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ്റെ മുറിയിലേക്ക് നടന്നു. അവൻ്റെ അലമാരി തുറന്നു. അതിലൊരു സൈഡ് ഫുള്ള് അവൾക്ക് വേണ്ടുന്ന ഡ്രസ്സുകൾ അടുക്കി വെച്ചിരുന്നു. അത് കണ്ടപ്പോൾ അവൾക്ക് അത്ഭുതം തോന്നി. അവൻ അതിൽ നിന്നും ഒരു ഡ്രസ്സ് എടുത്ത് അവളുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു. ഡ്രസ്സ് മാറിയിട്ട് വാ. അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ യാന്ത്രികമായി തലയാട്ടി. അവൻ ചിരിച്ചുകൊണ്ട് കട്ടിലിൽ ചെന്നിരുന്ന് ഫോൺ നോക്കാൻ തുടങ്ങി. അവൾ ആ ഡ്രസ്സുമായി ബാത്റൂമിലേക്ക് കയറി ഡ്രസ്സ് മാറി ഇറങ്ങി. ഒരു പലാസോ പാൻറ്റും ബനിയനുമായിരുന്നു അത്. ഇവിടെ വന്നിരിക്കെ. അവൻ കട്ടിലിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ വന്ന് അവൻ്റെ അടുത്തേക്കിരുന്നു. എങ്കിലും അവൾ തലയുയർത്തി അവനെ നോക്കിയില്ല. അവൻ അവളുടെ വലത് കൈ അവൻ്റെ നേരെ എടുത്തു. അവൾ മുഖമുയർത്തി അവനെ നോക്കി. അവൻ കട്ടിലിലിരുന്ന ഒരു ബോക്സ് എടുത്ത് തുറന്നു. അതിൽ നിന്നും ജോഷുവ എന്ന പേരെഴുതിയിരിക്കുന്ന ഒരു മോതിരം അവൻ കയ്യിലെടുത്ത് അവളുടെ മോതിര വിരലിലേക്ക് ഇട്ടുകൊടുത്തു. അവൾ നിറകണ്ണുകളോടെ അവനെ നോക്കി. അവൻ അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. ചെല്ല്, പൊക്കോ. അവൻ അവളോട് പറഞ്ഞതും അവൾ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് മുറിയിൽ നിന്നും ഇറങ്ങി താഴേക്ക് പോയി. അവൾ പോകുന്നത് അവൻ നിറഞ്ഞ ചിരിയോടെ നോക്കി. അവൾ താഴേക്ക് ചെന്നതും ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന മനുവിനെയാണ് കണ്ടത്. ചാച്ചാ, അവൾ വിളിച്ചതും അവൻ തലയുയർത്തി അവളെ നോക്കി. നീ എന്താടി ഇത്രയും താമസിച്ചത്? അത് ഞാൻ പിന്നെ അവൾ എന്ത് പറയണമെന്നറിയാതെ തപ്പിത്തടഞ്ഞു നിന്നു. കൂട്ടുകാരുടെ അടുത്തേക്ക് ചെല്ല്. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ കുറുമ്പോടെ അവനെ നോക്കി. അവൾക്ക് പുറകെ ഷർട്ടിൻ്റെ സ്ലീവ് മടക്കിക്കൊണ്ടുവരുന്ന ജോയെ അവൻ കപടദേഷ്യത്തോടെ നോക്കി. അവൻ നല്ലോണം ഇളിച്ചു കാണിച്ചു. ജോയെ കണ്ടതും ആമി പെട്ടെന്ന് ജെനിയുടെ മുറിയിലേക്ക് പോയി. എന്താ അളിയാ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നേ? ജോ ചിരിച്ചുകൊണ്ട് മനുവിനോട് ചോദിച്ചു. അവൾ ഇത്രയും നേരം എവിടെയായിരുന്നു? മനു എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. നിനക്കറിയാലോ അവൾ ആരുടെ കൂടെ ആയിരുന്നു കാണുമെന്ന്. പിന്നെ ഈ ചോദ്യത്തിന് പ്രസക്തിയുണ്ടോ മോനെ അളിയാ? ജോ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ജോ, ഇനിയും അവളെ വിഷമിപ്പിക്കരുത്. മനു ആവലാതിയോടുകൂടി അവനോട് പറഞ്ഞു. എനിക്കവളെ ഇനി വിഷമിപ്പിക്കണമെന്നില്ലടാ. പക്ഷേ എന്നെ കാണുമ്പോഴേ അവൾ കിലുകിലെ വിറയ്ക്കുക. ഞാനെന്ത് ചെയ്യാനാ? ദേഷ്യപ്പെട്ടാൽ അപ്പോൾ കണ്ണുകൾ നിറച്ച് എന്നെ നോക്കും. അപ്പോൾ പിന്നെ എനിക്കൊന്നും പറയാനും തോന്നില്ല. അവളുടെ കണ്ണ് നിറയുമ്പോൾ എനിക്ക് ദേഷ്യം ഇരട്ടിയാകും.
അത് നേരത്തെയും അങ്ങനെയാ, ഇപ്പോഴും അങ്ങനെയാ. അവൾക്ക് എന്നോടുള്ള പേടിയാണ് എനിക്ക് ആദ്യം മാറ്റേണ്ടത്. അതിനാ 2 ദിവസം ഞാൻ അവളോട് സോഫ്റ്റായിട്ടും പിന്നെ മൈൻഡ് ചെയ്യാതെയും ഒക്കെ ഇരുന്നത്. പക്ഷേ എനിക്ക് അവളെ മൈൻഡ് ചെയ്യാതെ ഇരിക്കാൻ പറ്റുന്നില്ലടാ മനു. ജോ, എനിക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. നിങ്ങളൊന്ന് സെറ്റാകട്ടെ എന്ന് കരുതിയാ ഞാനും എല്ലാത്തിനും നിന്റെ കൂടെ നിൽക്കുന്നത്. നീ അനുവിനെ കൊണ്ട് അവളോട് പറയിപ്പിച്ചതുമൊക്കെ എനിക്കറിയാമെന്ന് അവൾ അറിഞ്ഞാൽ അവൾക്ക് വിഷമമാകും. എന്നാലും സാരമില്ല, അവൾ സേഫായിട്ടിരിക്കണം. അവൻ എപ്പോൾ വേണമെങ്കിലും പുറത്തു വരും. നിങ്ങളുടെ മാരേജ് കഴിഞ്ഞെന്ന് എപ്പോഴെങ്കിലും അവൻ അറിഞ്ഞാൽ ചിലപ്പോൾ അവൻ ആമിയെ അപായപ്പെടുത്താൻ നോക്കും. അതിനു മുൻപ് നിങ്ങൾ ഒന്നായിരിക്കണം. പേടിയല്ല അവൾക്ക് നിന്നോട് ഉണ്ടാകേണ്ടത്, സ്നേഹമാണ്. എങ്കിലേ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ പോലും അവൾക്ക് നിന്നോട് തുറന്നു പറയാൻ പറ്റുള്ളൂ. മനു ആവലാതിയോടെ അവനോട് പറഞ്ഞു. എനിക്കെല്ലാം അറിയാം മനു. അവനെ എത്ര ട്രേസ് ചെയ്യാൻ നോക്കിയിട്ടും പറ്റുന്നില്ലടാ. എനിക്കാണെങ്കിൽ വട്ടുപിടിക്കുന്നുണ്ട്. നീ കൂളായിട്ടിരിക്കും ജോ. നമുക്ക് നോക്കാം. നമുക്ക് എന്തായാലും നിക്കുവിനെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാം. വാ, അവൻ പറഞ്ഞുകൊണ്ടിറങ്ങി. മനുവും ലിസയോട് പറഞ്ഞിട്ട് ഇറങ്ങിയിരുന്നു.